ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിന്റെ താരലേലം പൂർത്തിയായി. താരലേലത്തിൽ ഏറ്റവും വില കൂടിയ താരമായി സിബിൻ ഗിരീഷ്. ആലപ്പി റിപ്പിൾസ് 11.80 ലക്ഷം രൂപയ്ക്കാണ് സിബിൻ ഗിരീഷിനെ സ്വന്തമാക്കിയത്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഓഗസ്റ്റ് 20 മുതൽ തലസ്ഥാന നഗരം വീണ്ടും ക്രിക്കറ്റ് ആവശ്യത്തിലേക്ക് മാറും. 6 ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരാടുന്ന മത്സരങ്ങൾ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുക. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിലേക്കുള്ള താരലേലവും ഇന്നലെ പൂർത്തിയായി. താരലേലത്തിൽ സിബിൻ ഗിരീഷും കൃഷ്ണദേവനും പൊന്നും വിലയുള്ള താരങ്ങളായി. NSK ട്രോഫിയിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച സിബിനായി വാശിയേറിയ പോരാട്ടമായിരുന്നു ലേലത്തിൽ നടന്നത്. 75,000 രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന സിബിനെ 11.8 ലക്ഷത്തിനാണ് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയത്. ആലപ്പി റിപ്പിൾസിന് പുറമെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തൃശൂർ ടൈറ്റൻസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും സിബിനായി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ശ്രദ്ധേയനായ കൃഷ്ണദേവന് വേണ്ടിയും വാശിയേറിയ ലേലം വിളികൾ നടന്നു. തൃശൂരും കൊച്ചിയും ഉയർത്തിയ കടുത്ത വെല്ലുവിളി മറികടന്ന് 11.2 ലക്ഷത്തിന് കാലിക്കറ്റ് തന്നെ ലേലത്തിലൂടെ താരത്തെ നിലനിർത്തി. സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും MD നിതീഷും ബേസിൽ തമ്പിയും അടക്കമുള്ളവരായിരുന്നു A കാറ്റഗറിയിലുള്ള താരങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് സച്ചിൻ ബേബിയെ ആലപ്പി റിപ്പിൾസും 7.8 ലക്ഷം രൂപയ്ക്ക് വിഷ്ണു വിനോദ് ട്രിവാൻഡ്രം റോയൽസിലും 5.4 ലക്ഷം രൂപയ്ക്ക് ബേസിൽ തമ്പിയെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും സ്വന്തമാക്കി. KCL ആരാധകർക്കായി ഫാൻ പാർക്കുകളും ഫാൻ വില്ലേജുകളും ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും കാര്യം ഈ വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ളത് വീണ്ടും ഞങ്ങളുടെ അജണ്ട തന്നെയാണ്. അതുപോലെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് മത്സരമായിട്ട് മാത്രം കാണുകയല്ല ചെയ്യേണ്ടത്. അതൊരു എൻ്റർടൈൻമെൻ്റാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫാൻ വില്ലേജ് ഉണ്ടായിരുന്നു. കൂടാതെ ഇത്തവണ വിവിധ പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കും. ഫാൻ വില്ലേജ് കഴിഞ്ഞ വലിയ മികച്ച ഒരു പ്രതികരണമായിരുന്നു ഫാൻ വില്ലേജിനുണ്ടായിരുന്നു. അത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. താരലേലത്തിൽ ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവഴിക്കാൻ കഴിയുമായിരുന്നത്. നേരത്തെ നിലനിർത്തിയ 18 താരങ്ങൾക്ക് പുറമെ 89 പേരെയാണ് വിവിധ ടീമുകൾ ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.